नमस्ते। आप सबको क्लास की ओर स्वागत है। बोर्ड पर लिखा है पहली इकाई तीसरा पाठ। इसका मतलब है इसके पहले हमने 2 पाठ पूरा कर चुके हैं। एक मातृभूमि नामक कविता, मातृभूमि की विशेषता ये बताई थी, और उसके बाद बेटी के नाम नामक जवाबी पत्र, दिल्ली के अंतिम मुगल बादशाह के रंगून में कारावास और कैद में पढ़ना और उसके बेटी के नाम पत्र लिखना। इसके संबंध में हम बेटी के नाम पत्र नामक एक पाठ भी पढ़ा है, हमने पढ़ा है, आप सब पढ़े हैं। और इसके बाद पहली इकाई का तीसरा पाठ है मेरे भारतवासियों। शीर्षक सुनकर ही हमें मालूम होता है कि किसी का संबोधन है। मेरे भारतवासियों, भारतवासियों को संबोध करते हैं। कौन संबोध करते हैं? मैंने बोर्ड पर लिखा है जवाहरलाल नेहरू। ये क्या है? भाषण है। भाषण माने क्या है? मलयाളം में कहते हैं प्रसंगम। प्रसंग എന്ന് ഹിന്ദി പറയില്ല, ഭാഷൺ എന്ന് തന്നെ പറയണം। भाषण विशेष प्रकार की प्रोक्ति है। भाषण, वक्ता स्टेज पर खड़े होकर आपसे कुछ कहते हैं, ये तो भाषण है, ये भी शैली है। तो कौन भाषण करते हैं? जवाहरलाल नेहरू। जवाहरलाल नेहरू के संबंध में आप जानते हैं ना, भारत के प्रथम प्रधानमंत्री है। स्वतंत्रता संघर्ष के इतिहास में उनका योगदान बहुत महत्वपूर्ण है। वे राजनीतिज्ञ ही नहीं, he was not only a politician, കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല, കുശൽ ലേഖക थे, സമർത്ഥനായ ഒരു ലേഖകൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ലേഖനം ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭാരത് കി ഖോജ് അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കണ്ടെത്താൻ. ഇന്ത്യയെ കണ്ടെത്താൻ, ഇന്ത്യയുടെ സാംസ്കാരികമായ, രാഷ്ട്രീയമായ, ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് ഒരു അന്വേഷണമാണ് ജവഹർലാൽ നെഹ്റു ഈ കൃതിയിലൂടെ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയെ കണ്ടെത്തൽ, ഹിന്ദി നമ്മൾ പറഞ്ഞാൽ ഭാരത് കി ഖോജ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ. കൂടാതെ അച്ഛൻ മകൾക്ക് അയച്ച കത്ത്, ബേട്ടി കെ നാം പത്ര, ജയിലിൽ കിടന്നുകൊണ്ട് ജവഹർലാൽ നെഹ്റു തന്റെ മകൾ ഇന്ദിരാ പ്രിയദർശനിക്ക്, മകൾക്ക് കുട്ടിയായിരുന്നപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അയച്ച കത്തുകൾ സാഹിത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്ത് സാഹിത്യത്തിന്റെ ഭാഗമാകണമെങ്കിൽ ആ കത്തുകൾ എങ്ങനെയായിരിക്കും? കേവലം വീട്ടുകാരുടെ വിശേഷങ്ങളുടെ സുഖങ്ങളും തിരക്കുന്നതല്ല. തന്റെ മകൾക്ക് ജയിലിൽ കിടന്നുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിപ്പിക്കാനും, സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താനും, ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കാനുമാണ് ആ കത്തുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുകൾ, ലെറ്റേഴ്സ് ടു ഡോട്ടർ, ബേട്ടി കെ നാം പത്ര, അച്ഛൻ മകൾക്ക് അയച്ച കത്ത് എന്ന പേരിൽ ഒരു കൃതിയായി മാറി. കൂടാതെ ഹിന്ദിയിൽ തന്നെ അദ്ദേഹം മേരി വസിയത്ത്, നമ്മൾ വസിയത്ത് എന്ന് പറയുന്ന വസിയത്ത്, ഹിന്ദിയിൽ മേരി വസിയത്ത്, എന്റെ വിൽപത്രം. സാധാരണ വിൽപത്രം രചിക്കുന്ന, ജീവിച്ചിരിക്കുന്ന ആള് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളൊക്കെ ആർക്ക് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് രഹസ്യമായി എഴുതി വയ്ക്കുന്നതാണ് വസിയത്ത്. പക്ഷെ ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഭാരതവാസികളോട് അദ്ദേഹം വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ തന്നെ വളരെ സമർത്ഥമായ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള സമർത്ഥനായ ഒരു വാഗ്മിയും പ്രാസംഗികനും, രാഷ്ട്രീയ നേതൃത്വം നമ്മൾ പറയുമ്പോൾ നവഭാരത ശില്പി എന്നാണ് ജവഹർലാൽ നെഹ്റുവിനെ അറിയപ്പെടുന്നത്. മോഡേൺ ഇന്ത്യയുടെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ, നവഭാരത ശില്പി എന്നറിയപ്പെടുന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. സമർത്ഥനായ രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രധാനമന്ത്രി എന്ന നിലയിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിന്റെ സാഹചര്യം നമുക്കറിയാം. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്, ആദ്യത്തെ പാഠം മാതൃഭൂമി എന്ന കവിത മൈഥിലി ശരൺ ഗുപ്ത എഴുതിയതായിരുന്നു. അതിലൂടെ നമ്മൾ ദേശത്തിന് വേണ്ടി സമർപ്പിക്കാൻ, ദേശീയ ബോധം ഉണർത്താൻ യുവാക്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള കവിതയാണ് നമ്മൾ അന്ന് കേട്ടത്. അതിനെ പറയുന്നത് വെച്ചാൽ ആളുകൾ കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ പിന്നെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ സുൽത്താനെ റങ്കൂണിലേക്ക് നാട് കടത്തി ജയിൽവാസം അനുഭവിക്കുന്ന സുൽത്താൻ തന്റെ മകൾക്ക് അയച്ച കത്ത്, അതിന്റെ മറുപടി കത്ത് ബേട്ടി കെ നാം പത്ര ലേഖനം കത്തായിരുന്നു. ആ കത്ത് നമ്മൾ പഠിച്ചു. അതിന്റെ ഡയറി നോട്ട്സ് ആയിട്ടൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. കിട്ടിയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ചോദിക്കാം. അത് കഴിഞ്ഞ് ഈ യൂണിറ്റിന്റെ അവസാനത്തെ ഭാഗമാണ്, മൂന്നാമത്തെ പാഠമാണ് മേരെ ഭാരതവാസിയോ. ഭാഷണമാണ് പ്രസംഗം, ഒരു ശൈലിയാണ്. പ്രസംഗം കേട്ടിട്ട് പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നത്, പ്രസംഗം നിങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്തു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ബോധത്തെയും കിട്ടിയ സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മുടെ യുവാക്കൾക്കുള്ള ചുമതലകളെയും സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്തം കഴിയില്ല. स्वातंत्र्य लभिക്കുക, स्वतंत्र देखने आजाद देखने का मतलब है केवल अंग्रेजों से आजादी मिलना, इससे काम नहीं चलता। जीवन के सभी क्षेत्र में, शिक्षा के क्षेत्र में, एजुकेशन फील्ड, ആർത്തിക് ക്ഷേത്രമേന്ത സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയില്, പിന്നെ നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ എല്ലാ രംഗത്തും പ്രധാനമായിട്ടും സാമ്പത്തിക മേഖലകളിലെല്ലാം തന്നെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുക, अपने पैरों पर खड़ा होना, आत्मनिर्भर रहना। आज के जमाने में जो प्रधानमंत्री नरेंद्र मोदी जी ने ऐसी एक योजना की है, आत्मनिर्भर रहना। നമ്മൾ സ്വയം പര്യാപ്തരാകുക, വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും സ്വയം പര്യാപ്തരാകുക. അപ്പൊ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, അങ്ങനെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയാൽ മാത്രമേ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്വതന്ത്രരായി എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ഭാരതവാസികളെ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി വളരെ പ്രേരണാദായകമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അതിന്റെ പ്രേരണയുണ്ടായി, വായിച്ചപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്തു എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ കൂട്ടുകാരുമായിട്ടൊന്ന് സംബന്ധിക്കേണ്ടി വരും, കൂട്ടുകാരെ അറിയിക്കേണ്ടി വരും. ഈ പാഠം പഠിക്കാത്ത ഏതെങ്കിലും കുട്ടികളെ ഈ പാഠത്തെ സംബന്ധിച്ച് നിങ്ങൾ സംഭാഷണത്തിലൂടെയോ കത്തുകളിലൂടെയോ ഒക്കെ പറയേണ്ടി വരും. അതൊക്കെയാണ് ഭാഷയിൽ നിന്ന് നമ്മൾ കടന്നു വരുന്ന മറ്റൊരു കാര്യം, പ്രസംഗം. മറ്റൊന്ന്, ഒരു പ്രസംഗം നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റോ അരമണിക്കൂറോളം ഒരു പ്രസംഗം നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് നടത്തുന്ന ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരാളിനോട് പറയുമ്പോൾ പ്രധാനമന്ത്രിയേക്കാൾ ക്യാ കഹാത, ഇന്നലെ പ്രധാനമന്ത്രി ദേശത്തോട് എന്ത് സംസാരിച്ചു, ഇപ്പൊ സംസാരിക്കുന്ന കൊറോണയെ സംബന്ധിച്ചും രാജ്യത്തെ പ്രസംഗത്തെ സംബന്ധിച്ചും ആയിരിക്കും. ജവഹർലാൽ നെഹ്റു ദേശവാസികളോട് എന്താണ് സംസാരിച്ചത് എന്നത് ചോദിച്ചാൽ ആ പ്രസംഗിച്ച എല്ലാ വിഷയങ്ങളും പറയാൻ നമ്മൾ മൊബൈലിലെന്നോ അങ്ങനെ ടേപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. കേട്ട കാര്യങ്ങൾ ഓർമ്മിച്ച് മെയിൻ പോയിന്റ്സ് മാത്രം പറയും. അതിന് പറയുന്ന പേര് സംക്ഷേപണമേ ലിഖിന എന്നാണ്. ഓർമ്മിച്ച് വെക്കുക, സംക്ഷേപമേ ലിഖിന. സംക്ഷേപ ചുരുക്കെഴുത്ത് എന്ന് തന്നെ പറയാം. മുമ്പ് ഏകത്തിഹായ്മേ ലിഖിന, 1/3 സംഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ട്. നമ്മളൊരു എസ്സേ വായിച്ചാലും നിബന്ധം വായിച്ചു പഠിച്ചാലും പ്രസംഗം കേട്ടാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, 1/3 സംഗ്രഹിക്കുക എന്ന് പറയുന്ന രീതിയിൽ സംക്ഷേപണം. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിലെ മെയിൻ പോയിന്റ്സ്, മുഖ്യ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് സംക്ഷേപണത്തിനുള്ള സാധ്യത ഈ പ്രസംഗത്തിലുണ്ട്. അത്രയൊക്കെയാണ് സാധാരണ പറയുന്നത്. ഒന്ന്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ആ പ്രസംഗത്തിലെ പ്രധാന പോയിന്റ്സ് എന്തൊക്കെയാണ്, മുഖ്യ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആശയം എന്താണ് എന്ന് നമ്മൾ പറയുക. ആ പ്രസംഗത്തിൽ നിന്ന് മറ്റൊരാളിനോട് എന്തൊക്കെ കേട്ടു. ഇപ്പൊ ഞാൻ കേൾക്കാത്ത ഒരാള്, ഇന്നത്തെ പ്രസംഗം കേൾക്കാത്ത ഒരാള്, ടി വിയിൽ വന്നൊരു പ്രസംഗം കേൾക്കാത്ത ഒരാള്, എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മറ്റൊരാളിനോട് പറഞ്ഞു കൊടുക്കുക. സംഭാഷണ രീതിയിലോ അല്ലെങ്കിൽ കത്തിന്റെ രീതിയിലോ പറഞ്ഞു കൊടുക്കുക. അതിനൊക്കെയുള്ള സാധ്യതയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സ്വാഗതം है एक बार फिर मेरे भारतवासियों। क्या है? भाषण है। किसका भाषण है? जवाहरलाल नेहरू है। जवाहरलाल नेहरू का भाषण है. कब भाषण करते हैं എന്നാണ്? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ദേശവാസികളെ സംബോധന ചെയ്ത് ഭായിയോ ബദനോ അല്ലെങ്കിൽ മേരെ ഭാരതവാസിയോ എന്ന് പറഞ്ഞ് സംബോധന ചെയ്തുകൊണ്ട്, ഇവിടെ എപ്പോഴാണ് ജവഹർലാൽ നെഹ്റു ഭാരതത്തെ ജനങ്ങളെ സംബോധന ചെയ്തത്? 1947 നേരത്തെയൊക്കെ നമ്മളെ പാഠം പഠിപ്പിച്ചപ്പോഴും നമ്മൾ ഈ കാര്യം ഒന്ന് ഓർമ്മിച്ചതാണ്. 1947 की विशेषता क्या है? भारत स्वतंत्र हो गए, भारत को आजादी मिली, देश को आजादी मिली, स्वतंत्र हो गए.
इसके पहले क्या था? अंग्रेजों के अधीन में था, हम पराധീന थे, നമ്മൾ അടിമത്വത്തിലായിരുന്നു. അപ്പൊ 1947 ആഗസ്റ്റ് 15 ആഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രിയിൽ രാജ്യത്തോട് അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ അവിടെ ഒരു ചിത്രമൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഹസ്താക്ഷർ, ആസാദി കാ പഹല ഹസ്താക്ഷർ എന്ന് ആ ചിത്രത്തിന് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ആസാദി കാ പഹല ഹസ്താക്ഷർ, ആസാദി കാ പഹല ഹസ്താക്ഷർ. ഹസ്താക്ഷർ, ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ അഥവാ കയ്യൊപ്പ്, സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ കയ്യൊപ്പ്. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നെ നമുക്കറിയാം, അന്നത്തെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ബ്രിട്ടീഷ് മൗണ്ട് ബാറ്റൻ പ്രഭു ഒക്കെ ഇരുന്നതിനെ അവിടെ ഇരുന്ന് സ്വാതന്ത്ര്യം തരുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്ന ഒരു കയ്യൊപ്പാണ് ആസാദി കാ ഹസ്താക്ഷർ. ആസാദി ശബ്ദക്കാർക്ക് സ്വതന്ത്രത, സ്വാധീനത, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാം. അതിന്റെ വിപരീതം എന്ന് പറഞ്ഞാൽ ആസാദിയുടെ വിപരീതം ഗുലാമി, പരതന്ത്രത, പരാധീനത, ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ വിപരീതാർത്ഥങ്ങൾ. ആസാദി സ്വാധീനത, സ്വതന്ത്രത. ആസാദി കാ ഹസ്താക്ഷർ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. അപ്പൊ 1947 1947 इसकी विशेषता है भारत स्वतंत्र हो गए. भारत स्वतंत्र हो गए. ഈ ധന്യ മുഹൂർത്തത്തിൽ മഹാനായ ജവഹർലാൽ നെഹ്റു, भारत के प्रथम प्रधानमंत्री जवाहरलाल नेहरू भारतवासियों को संबोधित करते हैं. कैसे संबोधित करते हैं आप देखिए, कैसे संबोधित करते हैं भारतवासियों को. भाषण की शैली क्या है, कैसे शैली है आप देखिए. इसमें एक लिखा है वहां, दशाब्दियों की कोशिशों और लाखों के बलिदान के परिणाम स्वरूप. ഇത് നമ്മുടെ നേരത്തെ തന്നെ നമ്മൾ 2 പാഠം പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞു. ദശാബ്ദിയോं के कोशिशों और लाखों के बलिदान के परिणाम स्वरूप. ദശാബ്ദങ്ങൾ, ദശാബ്ദങ്ങൾ, ശതാബ്ദങ്ങൾ, ദശാബ്ദങ്ങൾ പതിറ്റാണ്ടുകൾ, അത് 100ഓളം വർഷങ്ങളാണ് അവിടെ. നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നതാണ് അവിടെ 100ഓളം വർഷങ്ങൾ. ദശാബ്ദങ്ങൾ, പതിറ്റാണ്ടുകൾ, 10 കണക്ക് വർഷം, 1 വർഷം ഒന്നുമല്ല, 10, 20, 40, 50 അങ്ങനെ ദശാബ്ദങ്ങൾ. അവർ കോശിഷ് മീൻസ് പരിശ്രമം, അവർ ലാഖോं के ബലിദാനോं के परिणाम स्वरूप, ലക്ഷക്കണക്കിന് ആളുകളുടെ ബലിദാനത്തിന്റെയും പരിണാമ ഫലമായിട്ടാണ് 1947 को भारत स्वतंत्र हुआ. 1947 भारत स्वतंत्रമായത്. 14 अगस्त की मध्यरात्रि की वेला में, 14 अगस्त അർദ്ധരാത്രിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തിരംഗ ചണ്ട പകരാത്തെ ഹുയെ. തിരംഗ ചണ്ട നമ്മുടെ രാഷ്ട്രീയ ചണ്ടയാണ്, ദേശീയ പതാകയാണ് തിരംഗ ചണ്ട, ത്രിവർണ്ണ പതാക. ഇത് നമ്മൾ 1ാമത്തെ പാഠം പഠിപ്പിച്ചപ്പോൾ ചിത്രസഹിതം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നു അതിന്റെ നിറങ്ങളും മറ്റുമൊക്കെ. ഫഹരാത്തെ ഹുയെ, കൊടി പാറിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട്, ദേശസെ ജോ അപ്പീൽ കീ थी, ദേശവാസികളോട് അദ്ദേഹം നടത്തിയ അപ്പീൽ, പ്രസംഗം മാത്രമല്ല ഒരു റിക്വസ്റ്റ് ആണ്, അപേക്ഷയാണ് പ്രസംഗ ശൈലിയിലൂടെ കൊടുത്തിരിക്കുന്നത്. ആസാദി കെ പഹല ഹസ്താക്ഷർ, സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ കയ്യൊപ്പ്. ആസാദി കെ ഹസ്താക്ഷർ എന്ന നിലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ആസാദി കെ ഹസ്താക്ഷർ, അത് ബഹുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ആസാദി കെ ഹസ്താക്ഷർ, ഹസ്താക്ഷർ കയ്യൊപ്പ്. മേരെ ഭാരതവാസി. भाषण इस प्रकार है, चित्र में आपने देखा है जवाहरलाल जी भाषण करते हैं. कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था. अब समय आ गया है कि हम अपने वचन को निभाए. वचन को निभाना, वचन देना, वचन देना, वचन देना वादा करना, വാക്ക് കൊടുക്കുക. वचन को निभाना, വാക്ക് പൂർത്തിയാക്കുക, പൂർത്തീകരിക്കുക, पूरा कर देना. പൂരി തരഹിന്റെ സഹി ബഹുത് ഹദ് തക്, പൂർണ്ണമായി നമുക്ക് വാഗ്പാലിക്കാൻ പറ്റില്ല. അനേകം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഭാരതവാസികളോട്, ഭാരതത്തിലെ ജനങ്ങളോട് നമ്മൾ ഒരു വാഗ്ദാനം നടത്തി, വാക്ക് കൊടുത്തു. എന്താണ് വാക്ക് കൊടുത്തത് നമുക്കറിയാം. നമ്മൾ സംഘടിതമായി സ്വാതന്ത്ര്യ സമരം നടത്തി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരും എന്ന് നമ്മൾ ഒരു വാക്ക് കൊടുത്തു. അത് ഇപ്പൊ പൂർണ്ണമായും അല്ലെങ്കിലും, പൂർണ്ണമായുമല്ല എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒപ്പിട്ട് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങി എന്നേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂർണ്ണമായ രീതിയിൽ നമ്മൾ സ്വതന്ത്രരായില്ല. പൂർണ്ണമായി സ്വാതന്ത്ര്യം നേടുക എന്ന് പറഞ്ഞാൽ സച്ചേ അർത്ഥമേ സ്വതന്ത്രത മിൽനെ കാ മത്ലബ് ഹൈ, ദേശ് കി ആസാദി മിൽനെ കാ മത്ലബ് ഹൈ രാജനൈതിക രൂപസേ, രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, आर्थिक रूप से, शैक्षिक रूप से, सामाजिक परिवेश में सभी दृष्टि से स्वतंत्र होना,
അവർ അപ്നെ പൈറോ പർ ഖടാ ഹോന, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മനിർഭരരായിരിക്കുക, സ്വയം പര്യാപ്തരായിരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായാലേ നമ്മൾ സ്വതന്ത്രരായി എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ നമ്മൾ പൂർത്തീകരിക്കുകയാണ് ബഹുത്ത് ഹദ് തക്, ഒരു പരിധി വരെ. ആജ് രാത് 12 ബജെ ജബ് സാരി ദുനിയ സോ രഹി ഹോഗി, ഇന്ന് രാത്രി 12 മണിക്ക് എല്ലാ ലോകത്തുള്ള ആളുകൾ ദുനിയാ സോ രഹി ഹോഗി മീൻസ് ദുനിയാ കെ വാസി, ദുനിയാ കെ ലോഗ് സോ രഹേ ഹോംഗെ, ഉറങ്ങുകയായിരിക്കും. ദുനിയാ സോ രഹി ഹോഗി. ഭാരത് ജീവനവോ സ്വതന്ത്രതാക്കി നയി സുബഹ്, ഭാരതത്തിനൊരു പുതിയ ജീവിതവും പുതിയ സ്വാതന്ത്ര്യത്തിന്റെയും ഒരു പ്രഭാതമായിരിക്കും ഇനിയുള്ളത്. പുതിയ ഒരു പ്രഭാതം, പുതിയ ഒരു ഉണർവുമായിരിക്കും. ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഇതിഹാസ പന്നേമേ ദേഖേത്തോ, ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ വളരെ കുറവായിരിക്കും. പുരാനേക്കോ ചോട് നയേക്കി തരവാത്തെ, പുരാനേക്കെ ചോട് പഴയതിനെ എല്ലാം കളഞ്ഞിട്ട്. എന്താണ് പഴയതിനെല്ലാം കളയുക? ശതാബ്ദിയോക്കി പരാധീനത, നൂറ്റാണ്ടുകളുടെ നമ്മുടെ പരാധീനതയെല്ലാം മറന്നിട്ട്, അടിമത്വം എല്ലാം മറന്നിട്ട്, ആധിപത്യം മറന്നിട്ട് ഒരു പുതിയ ഇന്ത്യയുടെ പുതിയ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ഉണരുന്ന ഒരു പുതിയ ലോകത്തേക്ക് നമ്മൾ വരുന്നു. ഇത്തരം മുഹൂർത്തങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ലോകത്ത് സംഭവിക്കാറുള്ളൂ. ജബ് യക് യുഗ് കാ അന്ത് ഹോത്താ ഹൈ, യുഗ് കാ അന്ത് ഹോന, അംഗ്രേസി യുഗ് കാ അന്ത് ഹോന, ബ്രിട്ടീഷ് യുഗത്തിന്റെ അവസാനം സംഭവിക്കുക. വർഷോ സെ ശോഷിത് ഏക് ദേശ് കി ആത്മാ, വർഷോ സെ ശോഷിത്, വർഷങ്ങളായി ചൂഷണം അനുഭവിക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ. എങ്ങനെയൊക്കെയാ ചൂഷണം അനുഭവിക്കുക? ബ്രിട്ടീഷുകാർ ഇവിടെ നല്ല ചില കാര്യങ്ങൾ തന്നു, അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? നമ്മളെ ചൂഷണം ചെയ്യുകയാണ്. ഏതൊക്കെ രീതിയിൽ ചൂഷണം ചെയ്യുന്നു? വിദ്യാസമ്പന്നരായ ആളുകളുടെ വിദ്യാഭ്യാസ ചൂഷണം ചെയ്യുക, നമ്മുടെ സംസ്കാരത്തെ ചൂഷണം ചെയ്യുക. അങ്ങനെ പലതും ചൂഷണം ചെയ്തിട്ട് രാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ നമ്മൾ ബലിയർപ്പിച്ച് കഴിയുകയായിരുന്നു. देश की आत्मा अपनी बात कर सकती है, एक संयोग है. इस पवित्र मौके पर हम समर्पण के साथ खुद को, इस पवित्र मौके पर, ഇതൊരു പവിത്രമായ മൗക്കയാണ്. മൗക്ക മീൻസ് സമയ, ചാൻസ്, ടൈം. ഈ പവിത്രമായ സമയം എന്താണ്? പവിത്രമായ സമയം दशाब्दियों की पराधीनता के बाद देश स्वतंत्र होने की क्षण, स्वतंत्र होने की वह क्षण, मौका, खुद को ഭാരത और जनता की सेवा उससे भी बढ़कर सारी मार. നമ്മൾ ഭാരതത്തിലെ ജനങ്ങളെ സേവിക്കുക, ലോകത്തെ ജനങ്ങളെ സേവിക്കുക. അതിനോടൊപ്പം നമ്മുടെ ഭാരതത്തിന്റെ കൾച്ചർ എന്ന് പറയുന്ന സംസ്കാരം എന്ന് പറയുന്നത് സാരി മാനവതാക്കി സേവ കർണേകി. നമ്മുടെ എപ്പോഴും നമ്മൾ പറയുന്നത് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും, വസുദൈവ കുടുംബകം, ലോകമേ തറവാട്, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും സേവിക്കാം, സമർപ്പിക്കാം എന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സമയമാണ് ഈ സമയം. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ പൂർണ്ണരൂപത്തിൽ സ്വാതന്ത്ര്യം ആയില്ല. പൂർണ്ണരൂപത്തിൽ സ്വാതന്ത്ര്യമാകണമെങ്കിൽ എല്ലാ മേഖലയിലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലം നിൽക്കണം, അതിന് കഴിയണം. പക്ഷേ നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ആത്മാവിനൊരു മോചനമാണ്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു നമ്മളോട് പറയുന്നത് ഈ നിമിഷം ഏറ്റവും പവിത്രമായ ഒരു നിമിഷമാണ് എന്ന് പറയുന്നത്. പവിത്ര മൗക്ക, പവിത്ര മൗക്ക മീൻസ് പവിത്രമായ क्षणम അല്ലെങ്കിൽ നിമിഷം, സമയം. तो हम क्या करते हैं? മാനവതാ की सेवा करने की, മനുഷ്യനെ സേവിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സമയമാണ്. ആ രീതിയിലാണ് പ്രസംഗിക്കുന്നത്. ഇതിഹാസ के आरंभ के साथ ही भारत ने अपनी अंतर्हीन खोज प्रारंभ की. न जाने कितनी ही सदियों और भव्य सफलताओं और असफलताओं से भरी हुई है. ചരിത്ര ആരംഭകാലം മുതൽ തന്നെ നമ്മൾ ഭാരതവാസികൾ സ്വാതന്ത്ര്യത്തിനും അല്ലെങ്കിൽ രാജഭരണത്തിനും അതിനുമൊക്കെ മുമ്പ് തന്നെ, ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മൾ ഭാരതത്തിലുള്ള ആളുകൾ നമ്മുടെ അന്തർഹീനം, നമ്മുടെ അന്തരാത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് മനുഷ്യൻ, മനുഷ്യന്റെ ഉദ്ദേശം എന്താണ്, മാനവ ജന്മക്ക ലക്ഷ്യക്കാകെ മൈൻ കോൻ ഈസ് ദുനിയാമേ ആയാഹും, അല്ലെങ്കിൽ ക്യോം ഈസ് ദുനിയാമേ ആയാഹും, മൈൻ കോൻ ഹും ഈസ് ദുനിയാമേ ക്യോം ആയാഹും, മേരെ ആനേക്ക ലക്ഷ്യക്കാകെ. ചോദ്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് ഈ ലോകത്ത് വന്നിരിക്കുന്നത്, എന്റെ ലക്ഷ്യം എന്താണ് എന്നൊരു ചിന്ത
ആദ്യകാലത്ത് ശങ്കരാചാര്യരുടെ കാലത്ത് മുതൽ നമ്മൾ ചിന്തിച്ചിരുന്നു, ആദ്യകാലം മുതൽ തന്നെ ചിന്തിച്ചിരുന്നു. അന്നും നമ്മുടെ സാംസ്കാരിക നേതാക്കളൊക്കെ അന്വേഷണം അത് തന്നെയായിരുന്നു. അങ്ങനെയുള്ള അന്വേഷണം, അല്ലാതെ केवल अपने लिए, अपने परिवार के लिए, अपने परिवार के 2-4 सदस्यों के लिए खाना पकाना बनाना हमारा लक्ष्य नहीं था. दुनिया की सेवा करना, दुनिया की बातों को, समस्याओं को समाधान करना, ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയായിരുന്നു അന്ന് നമ്മുടെ യാത്രയുടെയൊക്കെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്, നമ്മളത് അന്വേഷിച്ചിട്ടുണ്ട്. ഇതിലെ ചില വരികളിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. അത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് അർത്ഥപോലെ നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമൊന്നുമില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗമാണ്. അദ്ദേഹം വളരെ നല്ലൊരു പണ്ഡിതനും വാഗ്മിയൊക്കെ ആയതുകൊണ്ട് ചില വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കും. അതാണ് അന്തർഹീനം എന്നൊക്കെ, തന്നിലുള്ള തന്നെ അന്വേഷിക്കാൻ, നമ്മൾ എന്താണെന്ന് അന്വേഷിക്കാൻ. അതിൽ ഭവ്യമായ സഫലതയും അസഫലതയും സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ സഫലമായിട്ടുണ്ട്. നമ്മൾ ശങ്കരാചാര്യരെ കുറിച്ചൊക്കെ പറയാം. അദ്ദേഹം ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് ഹിമാലയ സാനുക്കളിലൊക്കെ പോയി അദ്വൈത ബ്രഹ്മമൊക്കെ സ്ഥാപിച്ച് ഈശ്വരൻ എന്ത്, മനുഷ്യൻ എന്തൊക്കെ സ്ഥാപിക്കാന്നുള്ള കടന്നിട്ടുണ്ട്. ചില ആളുകൾ അസഫലമായിട്ടുണ്ട്. ചാഹെ അച്ഛാ വക്ത് ഹോയാ ബുര, രാജ്യത്തിന്റെ നല്ല അവസ്ഥയിലായാലും മോശമായ അവസ്ഥയിലായാലും, വക്ത് മീൻസ് സമയം, മൗക്ക വക്ത് സമയം, ഭാരതിനെ ഇസ് ഖോജിക്ക് അഗ്നി ദൃഷ്ടിയിലേക്ക് കേട്ടായി. പക്ഷേ നല്ല സമയത്തായാലും മോശമായ സമയത്തായാലും ഭാരതത്തിലുള്ളവർ ഇതിൽ നിന്ന് നമ്മുടെ ദൃഷ്ടി മാറ്റിയിട്ടില്ല, നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല. ദൃഷ്ടിനെ ഹട്ടായി അവർ കഭി ഭി അപ്നെ ഉൻ ആദർശോं को नहीं भूला जिसने से शक्ति दी. നമ്മൾ നമ്മുടെ ആദർശങ്ങളെ ഒരിക്കലും മറന്നിട്ടുമില്ല. ആ ആദർശങ്ങളാണ് നമുക്ക് കൂടുതൽ ശക്തി നൽകിയിട്ടുള്ളതും നമ്മളെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതും. ഏത് ശക്തി? ദുനിയാവിലെ ഈ അന്വേഷണം. എന്തന്വേഷണം? മാനവ ജീവൻ കാ ലക്ഷ്യ ക്യാ ഹൈ, മാനവ ജന്മ കാ ധർമ്മ ക്യാ ഹൈ എന്ന അന്വേഷണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്നുള്ള അന്വേഷണം നമ്മൾ നടത്തുന്നത്. മോശമായ വക്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലഘട്ടത്തിലാകാം, രാജ്യത്ത് പ്രളയമോ മഹാമാരിയോ. ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചൊരു മോശമായ ഒരു സമയമാണെന്ന് പറഞ്ഞാൽ അർത്ഥം രാജ്യത്താകമാനം, ലോകത്താകമാനം ആശങ്കകളുടെയും ഒരു സമയമാണ് ഈ കൊറോണ പോലുള്ള മഹാമാരിയൊക്കെ പിടിവിട്ടതുകൊണ്ട്. അപ്പൊ അത് മോശമായ ഒരു സമയമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ സന്ദർഭത്തിൽ പോലും നമ്മുടെ മനുഷ്യത്വമൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ പ്രളയം വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, വിമാന ദുരന്തം വന്നപ്പോൾ ശ്രദ്ധിച്ചു. നമ്മൾ അവിടെ ആളുകളെല്ലാം രോഗത്തെ ഭയന്ന് ആരെയും രക്ഷിക്കാൻ പോകാതിരുന്നില്ല, ആളുകൾ ഓടിച്ച് നമ്മളെ സഹായിക്കാൻ എത്തി. അവിടെ എപ്പോഴും നമ്മൾ നമ്മുടെ ആദർശങ്ങളിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അവന് ഹം ദുർഭാഗ്യ കെ യുഗ അന്ത കർ രഹേ ഹൈ, ദുർഭാഗ്യ കെ ഏക് യുഗ കാ അന്ത കർ രഹേ ഹൈ. അവിടെ സൈഡിൽ ഒരു ചോദ്യമുണ്ട്, ദുർഭാഗ്യ കെ ഏക് യുഗ. वो दुर्भाग्य का युग क्यों कहते हैं? जवाहरलाल नेहरू जी क्यों कहते हैं ये दुर्भाग्य का युग है? इसलिए कि भारत में अंग्रेजों का शासन था. അതിന്റെ ഉത്തരം ഇതേ ഉള്ളൂ. ഭാരത് പരാധീന थे, ഭാരത് ഗുലാം थे, ഭാരതം അടിമത്വത്തിലായിരുന്നു, അസ്വതന്ത്ര थे, अंग्रेजों के अधीन में था. इसलिए नेहरू जी कहते हैं दुर्भाग्य का युग है. वो अंध कर रहे हैं, इसका मतलब है भारत स्वतंत्र हो जाते हैं. ഭാരത് പുനഃ ഖുദ് കോ ഖോജ് പാ രഹേ. ഭാരതം വീണ്ടും സ്വത്വത്തെ, ഖുദ് മീൻസ് സ്വയം, സ്വത്വം, നമ്മൾ നമ്മുടെ തനിമയെ അന്വേഷിക്കുക. ആദ്യം ഹം ജിസ് ഉപലബ്ധി കാ ഉത്സവ മനാ രഹേ ഹൈ. ഉപലബ്ധി കാ ഉത്സവ മനാന, ഉപലബ്ധി എന്ന വാക്കിന് ഗിഫ്റ്റ്, നേട്ടം എന്നൊക്കെയാണ്. നമ്മൾ ഇന്ന് ഒരു വലിയ നേട്ടത്തിന്റെ ഉത്സവമാണ് ആചരിക്കുന്നത്. ഏത് നേട്ടമാണ്? ആസാദി കാ, സ്വാതന്ത്ര്യത്തിന്റെ, സ്വതന്ത്രത, സ്വാതന്ത്ര്യത്തിന്റെ നേട്ടമാണ് നമ്മൾ ആചരിക്കുന്നത്. ദുർഭാഗ്യയുഗം എന്താണ്? ഭാരത് അംഗ്രേസോं के अधीन में था, और दुर्भाग्य का युग है. ഇവിടെ സൈഡിൽ ചോദിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. താല്പര്യക്കാകെ എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ, എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? നെഹ്റു എന്താണ് അർത്ഥമാക്കുന്നതാണ് അത് നമ്മൾ ഞാൻ എഴുതാം. ഭാരത് अनेक वर्ष अंग्रेजों के अधीन में था, वह दुर्भाग्य का युग है. अब उत्सव क्यों खोले हैं? उत्सव क्या है? स्वतंत्रता का उत्सव, उपलब्धि का उत्सव मना रहे हैं. वह महज एक कदम है. ഇത് കേവലം ഒരു ചുവടുവയ്പ് മാത്രമാണ്. മഹസ് മീൻസ് കേവൽ, മഹസ് മീൻസ് കേവൽ, കേവലം ഒരു ചുവടുവയ്പ് മാത്രമാണ്. നയ അവസരവും കാ ഖുൽനേക്ക. ഭാരതത്തിലെ ചെറുപ്പക്കാർക്ക്, പുതിയ ചെറുപ്പക്കാർക്ക് എന്ന് പറയാൻ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ ഇനി അവർക്ക് അവസരങ്ങളില്ല. ചെറുപ്പക്കാർക്ക് അവസരങ്ങളുണ്ട്, കുട്ടികൾക്ക് അവസരമുണ്ട്. അവർക്ക് പുതിയ അവസരങ്ങൾ കണ്ടെത്തേണ്ട ഒരു ചുവടുവയ്പ്പാണ്. നയ അവസരവും കാ ഖുൽനേക്ക, പുതിയ അവസരങ്ങൾ തുറക്കാനുള്ള ഒരു ചുവടുവയ്പ്പാണ്.
തൊഴിൽ രഹിതരായ ആളുകൾ ധാരാളമുള്ള സമയം അവർക്ക് തൊഴിൽ നൽകണം, കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടാക്കണം, വിദ്യാഭ്യാസ മേഖല ആകെ അഴിച്ചുപണിയണം. പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ആ പഞ്ചവത്സര പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന പിന്നെയാണ്. നയ അവസരവും खुलने का इससे भी बड़ी विजय और उपलब्धियां हमारी प्रतीक्षा कर रही है. ഇതിനേക്കാളും വിജയവും ഉപലബ്ധിയും നേട്ടവും നമ്മളെ പ്രതീക്ഷിക്കണം. ഏതിനേക്കാളും ഭാരത് സ്വതന്ത്ര हो गए इससे भी अधिक, ഇതിനേക്കാളും വലിയ നേട്ടം. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഒരു ഒപ്പുവെപ്പിലൂടെ നമ്മൾ സ്വാതന്ത്ര്യം കടലാസുകളിലൂടെ കിട്ടിയതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നേട്ടങ്ങൾ പൂർണ്ണമായോ പ്രവൃത്തി പൂർണ്ണമായോ ഇല്ല. അത് ഇന്നേക്കാളും വലിയ നേട്ടങ്ങൾ നമ്മളിലേക്ക് ഇനി വരാനിരിക്കുകയാണ്. എന്ത് നേട്ടങ്ങളാണ്? ജീവൻ കെ ഹർ ക്ഷേത്രമേ ഭാരതവാസിയോं को स्वतंत्र रखना, दूसरों के अधीन में न रखने का, अपने पैरों पर खड़ा रखने का, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ കഴിവുള്ളവരാക്കി തീർക്കുന്ന വലിയൊരു പ്രതീക്ഷയാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. അതിനാണ് നമ്മുടെ ശ്രമം. क्या हमें इतनी शक्ति और बुद्धिमत्ता है कि हम इस अवसर को समझे और भविष्य की चुनौतियों को स्वीकार करें. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പുതിയ പുതിയ അവസരങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചുനൗത്തിയാം ശബ്ദക്കാർത്ത് ചലഞ്ചസ്, വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവും. ആ വെല്ലുവിളിയൊക്കെ അല്ലേ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായി. നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, നമ്മുടെ ചൈനയുമായിട്ടുള്ള യുദ്ധം, പിന്നെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, ഇങ്ങനെ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്തെല്ലാം വെല്ലുവിളികൾ ഉണ്ടാകുന്നു. ആ വെല്ലുവിളികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ചുനൗത്തിയോं को स्वीकार करना, വെല്ലുവിളികളായി ഏറ്റെടുത്ത് നമ്മൾ അത് തരണം ചെയ്യാൻ നമുക്ക് കഴിയണം. भविष्य में हमें विश्राम करना है, വിശ്രമിക്കുക, ആരാം करना, ചൈനസേനയ്ക്ക് ബൈഠനായ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ, അതുകൊണ്ട് നമുക്ക് ഇനി സുഖമായിട്ടിരിക്കുക, ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? ചൈനസേ ബൈഠന, സുഖമായിട്ടിരിക്കുക, ആരാംസേ ബൈഠന, വിശ്രാം കർണ, ബൽക്കി നിരന്തര പ്രയാസ് കർണ ഹേ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതാണ് നിരന്തര പ്രയാസ് കർണ. ബൽക്കി പിന്നെയോ, ഹീനഹിം ബൽക്കി, നോട്ട് ഓൺലി ബട്ട് ആൾസോ എന്ന് പറയുന്ന ഇംഗ്ലീഷിന്റെ പ്രയോഗമാണ്. ഹീനഹിം ബൽക്കി, പിന്നെയോ നമ്മൾ നിരന്തരം പ്രയാസ് കർണ ഹെ, മീൻസ് കോശിഷ് കർണ, പ്രയത്ന കർണ. ഒരിക്കലും ഹിന്ദിയിൽ പ്രയാസ് കർണ എന്ന് വെച്ചാൽ പ്രയാസപ്പെടുക എന്നല്ല അർത്ഥം. കോശിഷ് കർണ, പ്രയത്ന കർണ. बार बार दोहरा, और देखिए हम जो वचन बार बार दोहराते रहे जिसे आज भी दोहराए पूरा कर सके. ഏതൊരു വാക്യമാണോ നമ്മൾ പണ്ട് പല പ്രാവശ്യം ആവർത്തിച്ചിരുന്നത്, ബാർ ബാർ ദോഹരാന, പല പ്രാവശ്യം ആവർത്തിച്ചത്, അത് വീണ്ടും ആവർത്തിക്കണം. ദോഹരാന, ആവർത്തിക്കുക, എന്നിട്ട് പൂർത്തിയാക്കണം. എന്താണ് നമ്മൾ നേരത്തെ ആവർത്തിക്കുന്നത്? ദേശ് കോ സ്വതന്ത്ര ബനാ രഖ്ന, അപ്നെ പൈരോं पर खड़ा रखना. भारत की सेवा करते हैं, लाखों करोड़ों पीड़ित लोगों की सेवा करना. ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞാല് ഒരു സങ്കല്പമാണത്. അതെന്താണ് അർത്ഥം? ഈ നമ്മുടെ രാജ്യത്ത് ലാഖും ലക്ഷക്കണക്കിനായിട്ടുള്ള, കരോടും കോടിക്കണക്കിനായിട്ടുള്ള ആളുകളുടെ, നിങ്ങൾ കോനുപതിയേക കരോഡ്പതി എന്ന് കേട്ട് കാണും, കോനുപതിയൊക്കെ ചുരുക്കി കരോഡ്പതി. അപ്പൊ കോടിക്കണക്കിന് ആളുകളുടെ പീഡിതരായ, ദുഃഖിതരായ ആളുകളെ സേവിക്കുക എന്നാണ്. भारत की सेवा करने का मतलब क्या है? लाखों देश की जनता की सेवा करना. നമുക്കറിയാം, ഇന്നും നമ്മുടെ രാജ്യത്ത് അന്തിയുറങ്ങാൻ സൗകര്യമില്ലാത്തവർ, മഹാരോഗങ്ങൾ പിടിപെട്ടവർ, സഹായിക്കേണ്ടി വരുന്നത് നമ്മൾ പത്രങ്ങളിലൂടെ, അവർക്കൊക്കെ സഹായഹസ്തങ്ങൾ കൊടുക്കുന്ന അതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കും. അങ്ങനെ സേവിക്കണം. इसका मतलब है गरीबी और अज्ञानता को मिटाना. സ്വാതന്ത്ര്യം നേടിയ അവസരത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികളായിരുന്നു. ഒന്ന് ഗരീബി അവർ അജ്ഞാനത. ഗരീബി മീൻസ് ദാരിദ്ര്യം, അജ്ഞാനത അറിവില്ലായ്മ. രണ്ട് രീതിയിലുള്ള അറിവുണ്ട്. വിദ്യാഭ്യാസപരമായ അറിവില്ലായ്മ മാത്രമല്ല, നമ്മൾക്ക് അന്നൊക്കെ കുറെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതും അറിവില്ലായ്മയുടെ ഭാഗമാണ്. അതൊക്കെ സമൂഹത്തിൽ നിന്ന് കുറെയൊക്കെ മാറിയ സാഹചര്യത്തിൽ അജ്ഞാനതാക്കവും മിട്ടാന അവർ ഗരീബിക്കും മിട്ടാന. ദാരിദ്ര്യം വലിയൊരു ശാപമാണ്, അത് മാറ്റിയെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ശ്രമം. ഗരീബി ഹട്ടാവോ ഒക്കെ ഇപ്പൊ ഹിന്ദിയിൽ നമ്മൾ മലയാളം പോലെ ദേശത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പദ്ധതികളുടെ പലതും ഒക്കെ വരുന്ന പേരുകളാണ് ഇതൊക്കെ. ഗരീബി ഹട്ടാന. ബീമാരിയും അവർ അവസരക്ക് അസമാനതക്കോ മിട്ടാന. അസുഖങ്ങളാകട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ, അതിന്റെ അസമാനത. പണമുള്ളവർക്ക് ചികിത്സ ലഭിക്കുക, പണമില്ലാത്തവർക്ക് ചികിത്സ ലഭിക്കാതിരിക്കുക, രോഗം വന്ന് മരിക്കുക, അതൊന്നും വരാൻ പാടില്ല. ആ അസമത്വങ്ങളൊക്കെ ഇല്ലാതെയാക്കണം. हमारी पीढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही. हमारी पीढ़ी के सबसे महान व्यक्ति, നമ്മുടെ തലമുറയുടെ ഏറ്റവും മഹാനായ വ്യക്തി ആരാ? വ്യക്തി
ആരാണ് ആ വ്യക്തി? നമ്മുടെ തലമുറയുടെ മഹാനായ വ്യക്തി, देश की आत्मा, भारत आत्माव महात्मा गांधी। उन्होंने क्या सपना देखा था, उन्होंने क्या किया था, उन्होंने क्या कहा था? देश की उन्नति गांवों की उन्नति है, गांव की जनता की उन्नति है और गांव के लोगों की गरीबी को मिटाना। അദ്ദേഹത്തിന് ചില മഹത്വാകാംക്ഷകൾ ഉണ്ടായിരുന്നു. ഹരേ കാങ്കോം കെ ആൻസു മിട്ട് ജായേ, ഓരോരുത്തരുടെയും കണ്ണിലെ കണ്ണുനീരിനെ തുടയ്ക്കുക. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ ഗാന്ധിജിയുടെ നമ്മുടെ കത്തുകളും മറ്റുമൊക്കെ നമ്മൾ വായിച്ചു. അതിനകത്ത് അദ്ദേഹം പിന്നെ വസ്ത്ര ബഹിഷ്കരണത്തെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊക്കെ. അങ്ങനെയുള്ള സ്വപ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? ഇല്ലാതെയാക്കണം. എല്ലാവരുടെ കണ്ണിലെയും കണ്ണുനീരിനെ നമുക്ക് എന്ത് ചെയ്യാം? मिठाई मीन्स इलादाकणम। हमारी पीढ़ी के सबसे महान व्यक्ति कौन है? सबसे महान व्यक्ति महात्मा गांधी। उनकी महत्वाकांक्षा यही है, हर एक आंखों से आंसू मिट जाए। शायद ये हमारे लिए संभव न हो। ഒരു പക്ഷേ നമുക്ക് ഇതിന് കഴിയില്ല. രാജ്യത്തെ എല്ലാ ജനങ്ങളെയും നമ്മൾ കണ്ടെത്തി അവരെ കണ്ണുനീരിലാക്കാൻ പറ്റൂല. പക്ഷെ എങ്കിലും രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തി പീഡിതനാണെങ്കിൽ, ദുഃഖിതനാണെങ്കിൽ, വിഷമം അനുഭവിക്കുന്നെങ്കിൽ നമുക്ക് പിന്നെ വിശ്രമമില്ല, നമ്മുടെ ജോലി അവസാനിക്കുന്നില്ല. और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर सके. അപ്പോൾ അന്ന് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരിശ്രമം നടത്തണം. हमारे सपनों का, गांधी जी के सपनों का और हमारे सपनों का साकार करना, निभाना, पूरा करना, പൂർത്തീകരിക്കുക. എന്താണ്? देश से ഗരീബി അവർ അജ്ഞാനത കോമിട്ടാന, രാജ്യത്ത് ദാരിദ്ര്യവും അറിവില്ലായ്മയും മാറ്റണം. അവർ ഹരേക്ക് ആംഖോം സേ ആൻസു ദൂർ കർണ, ഓരോരുത്തരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ ഇല്ലാതാക്കണം. ഈ മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തൊന്ന് മനസ്സിലാക്കി വെക്കുക. ചുരുക്കി ഇതിൽ നിന്നൊരു 5-6 വാക്യം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. പ്രധാനം തോന്നുന്നു അത്രയേ ഉള്ളൂ ഈ പാഠത്തിന് ആവശ്യം. അത് എങ്ങനെ ആവശ്യമുണ്ടോ ആ രീതിയിലേക്ക് അങ്ങ് എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. പ്രധാനപ്പെട്ട ചില പോയിന്റ്സ്, ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, ഒരു എസ്സേ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നിബന്ധം വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു 4-5 പോയിന്റ്സ് ഉണ്ടാവും. അത് കണ്ടെത്തി നിങ്ങൾ നോട്ട് ചെയ്താൽ ഈ പാഠത്തെ സംബന്ധിച്ച് ജോലിയായി പ്രസംഗം ഇതുപോലെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. വേ സപ്നെ ഭാരത് കെ ലിയേ ഹേ പർ സാധകി പൂരെ വിശ്വ കെ ലിയേ ഹേ. എപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ കുറിച്ചും പറയും, അതിനോടൊപ്പം നമ്മൾ പറയും പൂരെ വിശ്വ കെ ലിയേ ഹേ. അത് നമ്മളെ ആദ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടൊപ്പം പറയുമ്പോഴും നമ്മൾ പറയും നമുക്ക് ദാരിദ്ര്യം വിഷമം ഉള്ളപ്പോഴും തൊട്ടടുത്ത രാജ്യങ്ങളിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവിടെ ഓടിയെത്തും. അവിടുത്തെ ജനങ്ങളുടെ എന്ത് ചെയ്യണം? ആംഖോൻ സേ ആൻസു മിട്ടാന, അവരുടെ കണ്ണിലെ കണ്ണുനീര് ഒപ്പാൻ നമ്മൾ ഓടിയെത്തും. ഇന്ന് ലോകമേ തറവാട് എന്ന വസുദൈവ കുടുംബകം എന്ന ആശയമാണ്. നമ്മൾ പറയുമല്ലോ ലോകം മൊത്തം ഒരു വിരൽ തുമ്പിലാണ്. അപ്പൊ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പറ്റില്ല. ഏത് രാജ്യത്ത് എന്ത് പ്രശ്നം നടന്നാൽ അപ്പോഴും നമ്മൾ അറിയും, അപ്പോഴും നമുക്ക് അവരെ സേവിക്കാൻ ഓടിയെത്തും. क्योंकि सभी राष्ट्र और लोग एक दूसरे की बड़ी समीप. ജവഹർലാൽ നെഹ്റു ഇത് പറയുമ്പോൾ ഇത്രയും സമീപം എത്തിയിട്ടില്ല ലോകം. പത്രമാധ്യമത്തിലൂടെയൊക്കെ അത്യാവശ്യം അറിയാനുള്ള കാലം വന്നോളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ സൗകര്യം, ഇന്റർനെറ്റിന്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായം കൊണ്ട് ലോകത്തിന്റെ ഏത് കോണിലും ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നം വന്നാലും ആ നിമിഷം അറിയാനുള്ള സാധാരണ പറഞ്ഞത് ഏക് ദൂസരേക്കോ ബഡി സമീപദാസേ, ഒരാൾ മറ്റൊരാളുടെ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ശാന്തിക്കു അവിഭാജ്യ കഹാ ഗയാ ഹൈ. ശാന്തി മീൻസ് പീസ്, സമാധാനം ലോകത്ത് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നായി മാറിയിരുന്നു. ഇസി സ്ഥലത്തെ സ്വതന്ത്രി, അതുപോലെ സ്വാതന്ത്ര്യവും അവിഭാജ്യ ഘടകമാണ്. സമൃദ്ധി ഭി വിനാശ് ഭി, സമൃദ്ധിയും പുരോഗതിയും വിനാശവും. अब इस दुनिया को छोटे छोटे हिस्सों में नहीं बांटा जा सकता. പണ്ടത്തെ പോലെ ഡിവൈൻ ആൻഡ് റൂൾ, ഭിന്നിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാണെങ്കിൽ ഞാനും എന്റെ ശത്രുവും ശത്രുരാജ്യവും എന്ന രീതിയിലല്ല, ലോകം ഒന്നായി കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗമായി വിവരിക്കാൻ പറ്റൂല. ഹമേ സ്വതന്ത്ര ഭാരത് കാ മഹാൻ നിർമ്മാൺ കർണ ഉസ്കെ സാരെ ബച്ചേ സഹി. ലോകത്തെ സ്വതന്ത്ര ഭാരതത്തെ നിർമ്മിക്കുകയും വേണം. അതിനോടൊപ്പം അവിടുത്തെ എല്ലാ കുട്ടികളും സ്വതന്ത്രമായി കഴിയണം. ലോകത്തെ എല്ലാ ജനങ്ങളുടെയും ദുഃഖം മാറണം. അതിന് നമുക്ക് കഴിയണം എന്ന നിലയിലാണ് ജവഹർലാൽ നെഹ്റു പ്രസംഗം അവസാനിപ്പിച്ചത്. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിലൂടെ ഒന്ന്, ഒരു പ്രസംഗ ശൈലി നിങ്ങളെ മനസ്സിലാക്കിച്ചു. 2, പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏതെങ്കിലും പ്രധാനപ്പെട്ട മുഖ്യമായ 4-5
അതിൻ്റെ പോയിന്റ്സുകൾ നിങ്ങൾ എടുത്ത് മാറ്റി എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പ്രസംഗം കേൾക്കാത്ത ഒരാളിന്, പഠിക്കാത്ത ഒരാളിന് നിങ്ങൾക്കൊരു കത്തായിട്ട് എഴുതാനോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ഒരാളിന് ഞാൻ ഇങ്ങനൊരു പാഠം പഠിച്ചു, ആദ്യം ഹമാരെ ക്ലാസ് മേ മൈനയ്യക്ക് ഭാഷണം പഠാഹെ, ഞാനൊരു പ്രസംഗം പഠിച്ചു, അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരുന്നു എന്ന് പറയാനൊക്കെ കഴിയും. അതിൻ്റെ ബാക്കി ചോദ്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം. ഇപ്പൊ നമ്മൾ വേഗത്തിൽ പ്രസംഗം അങ്ങ് വായിച്ചു തീർത്തു. ബാക്കി കാര്യങ്ങൾ, അതിന്റെ അഭ്യാസ വർക്കുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. നന്ദി, നമസ്കാരം.